ആദ്യം ശ്രീ സേനാപതി വേണു, ഇവിടെ നിതേഷ് റാണെ എന്ന മഹാരാഷ്ട്ര ബി.ജെ.പി. മന്ത്രി പ്രകടിപ്പിച്ചത് കേരളത്തെ അവഗണിക്കുന്ന നിന്ദ്യമായ അഭിപ്രായ പ്രകടനമാണ്. അപ്പോൾ അതിനെ അപലപിക്കാതെ എ വിജയരാഘവന്റെ വഴിയെയാണ് നിതേഷ് റാണ സഞ്ചരിക്കുന്നത്. അതായത് സംഘപരിവാറിന്റെ നാവായിട്ട് കേരളത്തിൽ എങ്ങനെയാണോ CPM പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ കേരളത്തെ അപമാനിക്കുകയാണ് വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്നാണ് ബി.ജെ.പിയും. എങ്ങനെയാണ് ഇങ്ങനെയുള്ള കൂട്ടിക്കെട്ടൽ വരുന്നത്? ഇത് മഞ്ജുഷെ മുമ്പൊരു പഴയ മലയാള സിനിമയുടെ പേരിപ്പം ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അതിനകത്ത് തിലകനും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീനിവാസനുമാണ് സൈക്കിളിൽ യാത്ര ചെയ്യുന്നത്. അപ്പോ പിറകിലിരിക്കുന്ന ആള് മുമ്പിലിരിക്കുന്ന ആളോട് പറയുകയാണ്, എന്റെ ശബ്ദം ചേട്ടന്റെ ശബ്ദം തന്നെയാണല്ലോ എന്ന്. രണ്ടുപേരും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും എന്റെ ശബ്ദമാണല്ലോ ചേട്ടന്റെ ശബ്ദം എന്ന് പറയുന്നത് പോലെ ഇപ്പോ സമീപകാലത്ത് നമ്മൾ കേരളത്തിൽ കേൾക്കുന്ന രണ്ട് ശബ്ദങ്ങൾ ഒരേ രീതിയിലുള്ള ശബ്ദമാണ്, അല്ലെങ്കിൽ ഒരേ ഖണ്ഡത്തിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ ഇന്ന് മഹാരാഷ്ട്രയിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി CB സത്യൻ ഇവിടെയുണ്ട്. അദ്ദേഹം അവരെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പുരന്ദർ എന്ന് പറയുന്ന ഒരു താലൂക്ക് ആസ്ഥാനത്താണ് ഈ നിതേഷ് റാണയുടെ വിവാദപരമായിട്ടുള്ള ഈ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം BJPയുടെ നേതാവാണ്. ഈ നിതേഷ് റാണ ചെറിയ ആളല്ല. മഹാരാഷ്ട്രയുടെ മുൻ ഉപമുഖ്യമന്ത്രി നാരായണ റാണയുടെ മകനും, നാരായണ റാണ ഉപമുഖ്യമന്ത്രിയായിരുന്നു മഹാരാഷ്ട്രയിൽ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയുമായിട്ടിരുന്നയാളാണ്. അപ്പോ വളരെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ, രാഷ്ട്രീയത്തിൽ പുതിയതായിട്ട് വന്ന ആളുകളൊന്നുമല്ല, വളരെ പരമ്പരാഗതമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരച്ഛനും അച്ഛന്റെ മകനാണ് ഈ നിതേഷ് റാണ എന്ന് പറയുന്നയാള്. അപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന? അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു, കേരളം മിനി പാകിസ്ഥാനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂടുതലായിട്ട് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഈ തീവ്രവാദ ശക്തികളുടെയും അല്ലെങ്കിൽ ഈ മിനി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ, തീവ്രവാദികളുടെ പിന്തുണയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് എന്നാണ്. ഞാൻ അതിനോടനുബന്ധമായി ശ്രീ നിതേഷ് റാണയോട് നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് വയനാട്ടിൽ നിന്ന് മാത്രമല്ല. വയനാട്ടിൽ അദ്ദേഹം 3,40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എങ്കിൽ അദ്ദേഹം യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഏതാണ്ട് 3,90,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. അപ്പോ അവിടെ എങ്ങനെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നുകൂടി പറയാനുള്ള ആ ഉത്തരവാദിത്വം നിതേഷ് റാണയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ഇപ്പൊ നമ്മുടെ വിഷയം അതല്ല. ഇത് നിരന്തരമായി ഇങ്ങനെ ഒരു ക്ലീഷേ മാതിരി, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് ലഖ്നൌവിൽ നടത്തിയ ഒരു പ്രസംഗം, അതൊരു പക്ഷേ നമ്മളെല്ലാം അന്ന് പിന്നീട് ചർച്ച ചെയ്താണ്. ഉത്തർപ്രദേശ് കശ്മീർ പോലെയോ കേരളം പോലെയോ ആകാതിരിക്കുവാൻ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു 2 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിന്റെ ഒരു പ്രസംഗം. അതിനെയും കേരളത്തിൽ നിന്ന് വ്യാപകമായ രീതിയിൽ അപലപിച്ചിട്ടുള്ളതാണ്. ഇവിടെ രണ്ട് പ്രസ്താവനകൾ ഇപ്പോൾ ഒരേ രീതിയിൽ വരികയാണ്. അതായത് യോഗി ആദിത്യനാഥ് 2 കൊല്ലം മുമ്പ് പറഞ്ഞതും അതിനുശേഷം ഇപ്പോൾ ഈ നിതേഷ് റാണെ ഇപ്പോൾ പറഞ്ഞതും ഒരേ കാര്യം. ആ കാര്യം തന്നെയാണ് കേരളത്തിൽ CPMന്റെ പ്രമുഖരായ നേതാവ് അല്ലെങ്കിൽ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരും എന്താണ് പറഞ്ഞത്? അവരും പറഞ്ഞത് അതാണല്ലോ. A വിജയരാഘവൻ CPMന്റെ വയനാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്. തീവ്രവാദികളുടെ വോട്ട് നേടിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷെ അദ്ദേഹം ഒരിടത്തും അദ്ദേഹവുമായി കൂട്ടിക്കെട്ടുമ്പോൾ അദ്ദേഹം ഒരിടത്തും പാകിസ്ഥാൻ എന്ന പേരൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല, മിനി പാകിസ്ഥാൻ എന്ന പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, മുസ്ലിം വർഗീയ ചേരിയുടെ സഹായം കിട്ടിയെന്നാണ്. അതിന് പിന്നീട് വിശദീകരണവും വന്നു. അങ്ങനെ ഉദ്ദേശിച്ചത് ആരെക്കുറിച്ചാണ് എന്ന്, ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDPI-യെയുമാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് CPM അതിന് ഔദ്യോഗിക ഭാഷ്യവും നൽകിയിട്ടുണ്ട്. അത് പാർട്ടിയുടെ നിലപാടാണെന്ന് MV ഗോവിന്ദൻ പറയുകയും ചെയ്തിട്ടുണ്ട്. A വിജയരാഘവനെ ഒരു പാർട്ടി നേതാവും തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ A വിജയരാഘവൻ പറഞ്ഞതും CPM എടുത്ത ആ നിലപാടും അത് നിതേഷ് റാണെ പറഞ്ഞ മിനി പാകിസ്ഥാനാണ് കേരളം എന്ന് പറഞ്ഞതിനെയും കൂട്ടിക്കെട്ടുമ്പോൾ കോൺഗ്രസ് അവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിടെ CPM അല്ലല്ല, അത് നിങ്ങൾ ഈ അടുത്ത കാലത്തായി പ്രചരിപ്പിക്കുന്ന CJP ആണ്. അവിടെ CJP ആണ്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ള കൂട്ടിക്കെട്ടലാണ് അവിടെ.
അല്ല മഞ്ജുഷ എന്നെ ഒന്ന് പൂർത്തീകരിക്കാൻ അനുവദിക്കുക. അതായത് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചത് 2000-3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലല്ല, അത് 4.25 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അപ്പൊ അത്രയും വലിയൊരു വിജയം സംഭാവന ചെയ്തെടുത്ത് തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് CPM-ന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗം കേന്ദ്ര കമ്മിറ്റി അംഗം പറയുക എന്ന് പറഞ്ഞാൽ അത് എത്ര നിന്ദ്യമായ ഒരു പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ 1 മിനിറ്റ് കൊണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇവിടെ രണ്ടു കൂട്ടരുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഇപ്പോ കേന്ദ്രത്തിലാണെങ്കിൽ BJP 2024 ജാനുവരി മാസം 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടത്തി അവിടെ അയോധ്യയിൽ അമ്പലം പണിതു. അതോടുകൂടി ഇന്ത്യയിൽ സർവസ്വമായി ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മുഴുവൻ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. 450 സീറ്റ് നേടുമെന്ന് പറഞ്ഞവർ 240 അപ്പൊ എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിച്ച രീതിയിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ സംഘടിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞ രീതിയിൽ ഈ രാജ്യത്ത് വർഗീയത വളരുന്നില്ല എന്നവർക്ക് ബോധ്യമായി. അപ്പോ ഇനി വർഗീയതയെ കൂടുതൽ അയോധ്യയിൽ അമ്പലം പണിതുകൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയത് കൊണ്ടൊന്നും ഇന്ത്യയിലെ ഹിന്ദുക്കൾ അവരുടെ പിന്നിൽ അണിനിരക്കുന്നില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ ഹിന്ദുക്കളെ അണിനിരത്തണമെങ്കിൽ ഇനിയുള്ള ഏക മാർഗം എന്ന് പറയുന്നത് വർഗീയമായി ആളുകളെ വീണ്ടും ചേരിതിരിക്കുക എന്നുള്ളതാണ്. അവരുടെ ഉദ്ദേശം അതാകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഉദ്ദേശം എന്താ? 2 തെരഞ്ഞെടുപ്പ് ഭംഗിയായി ഇടതുപക്ഷം ഭംഗിയായി ന്യൂനപക്ഷങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ട് നല്ല ഭംഗിയായി അവർ കേരളത്തിൽ അധികാരത്തിൽ വന്നു. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും CPM-ന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഇനി ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് കേരളത്തിൽ പോയാൽ ആലപ്പുഴയിലും ആറ്റിങ്ങലും അതുപോലെ തെക്കൻ കേരളത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥികൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടുകളുടെ ഒരു ചോർച്ച അത് CPM-നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. അപ്പൊ CPM അതൊക്കെയുണ്ട് പാർട്ടിയുടെ നയത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് ശരിയാണ്. അത് മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം അതുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല എന്ന കാര്യം അത് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഈ മിനി പാകിസ്ഥാൻ എന്ന് പറയുകയോ അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആകെ തീവ്രവാദികളാണ് എന്ന രീതിയിൽ CPM അങ്ങനെ ഒരു സംസാരം നടത്തിയിട്ടില്ല. അങ്ങനെ CPM-ന്റെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല. പക്ഷെ നിതേഷ് റാണ പറഞ്ഞത് അതാണല്ലോ, കേരളം മിനി പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ കേരളത്തെ അടച്ചാക്ഷേപിക്കലാണ്. നിതേഷ് റാണ പറഞ്ഞത് കേരളം മിനി പാകിസ്ഥാനാണ്, ഇവിടെ നടക്കുന്നത് എന്താ പറഞ്ഞ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന പോലുള്ള പീഡനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം പറഞ്ഞത്, അതിനോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയല്ലേ, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ വയനാട്ടിൽ ജയിക്കുന്നത് ഈ തീവ്രവാദ ശക്തികളുടെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും വോട്ടുകൾ കൊണ്ടാണ്. അത് തന്നെയാണ് വിജയരാഘവനും പറഞ്ഞിരിക്കുന്നത്. അതേ വാക്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മിനി പാകിസ്ഥാൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അതിന്റെ കണ്ടന്റ് ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രസ്താവന.